ഗൈസ് നമ്മളിന്ന് കോളേജിൻ്റെ വീഡിയോയുടെ പാർട്ട് 2 ചെയ്യുന്നില്ല. കാരണം ഗൈസ് അതിനൊരു ഹൈപ്പും ഇല്ല. ഗൈസ് ആരും ആ വീഡിയോ ഒന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഗൈസ് നമ്മൾക്ക് ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം. ഗൈസ് നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരും നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ആ കോൾ വന്നിട്ടുണ്ട്. റൊണാൾഡോയോ? അപ്പോൾ ഗൈസ് നമ്മളെ സിറ്റിയിലോട്ട് റൊണാൾഡോ വരുന്നുണ്ട്. ഗൈസ് റൊണാൾഡോ വരുന്നുണ്ട്. വേറൊരു ഗോളും കൂടെ ഒന്നുകൂടെ അവനെ വിളിച്ച് ചോദിക്കട്ടെ, റൊണാൾഡോ ഏത് വണ്ടിയിലാണ് വരണേന്ന്. എടാ റൊണാൾഡോ ഏത് വണ്ടിയിലാണ് വരണത്, എന്തിനാണ് വരണത്? അപ്പം ടാസ്ക് ആയിരിക്കും. ഗൈസ് റൊണാൾഡോക്ക് വണ്ടിയൊന്നും ഇല്ല. ഗൈസ് റൊണാൾഡോ വണ്ടിയിലൊന്നും അല്ല വരുന്ന. ഗൈസ് സിറ്റിയിൽ സോംബീസ് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് നമ്മളെ സിറ്റിയിൽ സോംബീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ റൊണാൾഡോയെ പോയി പിക്ക് ചെയ്തുകൊണ്ട് സേഫായിട്ട് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കണം. നമുക്ക് റൊണാൾഡോയ്ക്കൊരു വീട് ബുക്ക് ചെയ്ത് കൊടുക്കാം ഗൈസ്. റൊണാൾഡോയെ സേഫായിട്ട് അവിടെ മറ്റേ പുതിയ റൊണാൾഡോയ്ക്കൊരു വീട് എടുത്ത് കൊടുത്തിട്ട് അവിടെ ആക്കണം. സോംബീസ് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ ആകുമ്പോഴായിരിക്കും ഗൈസ് വരും. നമുക്ക് നമ്മളെ ഗലതി പോയി ഗൈസ് നമ്മളെ തൽക്കാലത്തേക്ക് നമ്മളെടുത്തേക്കണം എന്ന് പറഞ്ഞാൽ ഫോർച്യൂണർ ലെജൻഡറാണ് ഗൈസ്. ഗൈസ് ഗൈസ് പറഞ്ഞില്ല ഗൈസ്, ഊതാ സാധനങ്ങൾ നമ്മളെ എയർപോർട്ടിലൊക്കെ കാണും ഗൈസ്. അത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എയർപോർട്ടായിരിക്കുമോ സേഫ് സ്ഥലം. റൊണാൾഡോ ഇത് എവിടെ പറഞ്ഞാണെന്നും നമുക്കറിയണോ ഗൈസ്. റൊണാൾഡോയെ പിക്ക് ചെയ്ത് സേഫായിട്ട് കൊണ്ടാക്കണ്ടേ വേണം. എല്ലാം കൂടെ ചേർന്ന് എനിക്കിപ്പോൾ തലപ്രാന്തായി ഗൈസ്. റൊണാൾഡോ വരണമെങ്കിൽ നമ്മൾ പിന്നെ റൊണാൾഡോയെ കാണിക്കൂല ഗൈസ്. റൊണാൾഡോയെ ക്യാമറയുടെ മുമ്പിലൊന്നും നമ്മളങ്ങനെ കാണിക്കില്ല ഗൈസ്. ഇവിടെ ഒന്ന് ഭാഗ്യം ഗൈസ്, എയർപോർട്ടിൽ മാത്രം സോംബീസില്ല. സമാധാനമായി ഒരു ഐഡിയ ചെയ്യാം ഗൈസ്. നമുക്ക് സോംബീസിനെ ഓരോന്നായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കേണ്ടി വരും. ഈ സോംബീസിനെ തീർക്കാൻ നമുക്ക് റൊണാൾഡോയെ പിക്കാൻ പോകാൻ പറ്റില്ല. റൊണാൾഡോയെ പിക്കാല്ല ഈ ചൊക്കയുടെ വണ്ടിയിലാണ് പോകണം. റൊണാൾഡോയുടെ ഫാമിലിയും വരുന്നുണ്ട് ഗൈസ്. അതാണ് നമ്മൾ ഈ ചൊക്കയുടെ വണ്ടിയിലൊന്നും പോവാത്ത. ചൊക്കടയിൽ നിന്ന് ഫോർച്യൂണറിനെ വിളിച്ചുകൂടാ. അതല്ല ഗൈസ്, അങ്ങനെ ഇത് ഇന്ത്യൻ കാറില്ലേ, അതും നമ്മൾ ഇടിച്ച് പൊട്ടിച്ച ഇന്ത്യൻ കാറൊക്കെ നല്ല വണ്ടികളാണ്. എനിക്ക് ഫോർച്യൂണർ നല്ല ഇഷ്ടമാണ് ഗൈസ്. പക്ഷേ നമ്മളെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. റൊണാൾഡോയുടെ ഫാമിലിയും വരുന്നുണ്ടല്ലോ. റൊണാൾഡോ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഇതിലൊക്കെ കൊണ്ടുപോയാലും മതിയായിരുന്നു. റൊണാൾഡോയുടെ ഫാമിലി മൊത്തം വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ തെറിച്ച് വണ്ടി എടുത്തിട്ട് പോവാം. ആദ്യം പറഞ്ഞോണ്ടിരിക്കാതെ എല്ലാവരും നമ്മളെ വണ്ടിയിൽ പൊതിഞ്ഞ് നിൽക്കട്ടെ. ഒരു പണി ചെയ്യാം. വാക്കളെ സൂണ ദാമോദര ഭാരത എല്ലാവരും ഗൈസ് ആരും നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗം പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകണത് ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നെക്കി കൊടുത്തിട്ട് അങ്ങ് പോയാൽ പോരെ. കാണുന്നതൊക്കെ നിങ്ങൾ നെക്കി കൊടുത്താൽ പോരെ. 1K 2K വിയറൊക്കെ വീഡിയോകൾക്കുണ്ട്. പക്ഷേ ആ 1-2 ആൾക്കാർ ഇതാ നമ്മളെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോയിരുന്നെങ്കിലാ നമ്മളെന്നേ പച്ച പിടിച്ച് പോയേനെ ഗൈസ്. നിങ്ങളിങ്ങനെ അലസത കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പാവപ്പെട്ടവൻ ഇവിടെ 180 ഇരിക്കണം. നമുക്കൊരു 500 സബ്സ്ക്രൈബറെങ്കിലും വേണം ഗൈസ്. വന്ന് ഇത്രയൊക്കെ മതി മക്കളെ ബൈ ബൈ. നിങ്ങളെല്ലാവരും അന്ത്യം. വണ്ടി വെച്ചൊക്കെ ഞാൻ മാക്സിമം ഇടിച്ച് കൊല്ലുന്നുണ്ട് ഗൈസ് എല്ലാത്തിനെയും. പോടാ ഈ നമുക്ക് കുറച്ച് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ വണ്ടിപ്പിട്ട് ഹെഡ് ഷോട്ട് അടിക്കണം ഇവന്മാരെയൊക്കെ. റൊണാൾഡോ എത്തുമ്പോൾ നമുക്ക് കോൾ വരും ഗൈസ്. അവിടെ നമ്മൾ പോയി പിക്ക് ചെയ്യും ഗൈസ്. മച്ചാനാണ് റൊണാൾഡോ. മച്ചാനെ പിക്ക് ചെയ്യാൻ നമ്മൾ ഏത് വണ്ടിയിലായാലും പോകും. പുള്ളിക്കാരൻ്റെ ഫാമിലി വരുമല്ലോ. ഇത് നമുക്കൊരു ഐഡിയ ചെയ്യാം. ഈ ഒരു പ്ലെയിൻ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിറക്കാം. പെട്ടെന്ന് ഇപ്പോൾ അവന്മാർ ഓടി വരും. ജാലികൾ ഗൈസ്. ഞാൻ പെട്ടെന്നോട്ട് ഇറങ്ങിയാണ്. പെട്ടെന്നോട്ട് ഇറങ്ങടാ. ഗൈസ് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചു പോലും ഇല്ല. പല്ലു പോലും തേക്കാതെയാണ് വന്നത് ഗൈസ് വണ്ടി എടുക്കാൻ.
നമ്മൾ ഹെലികോപ്റ്റർ എന്ന പ്ലെയിന് നമുക്കിന്ന് നൈസിനങ്ങോട്ട് അവിടെ നിന്ന് എവിടെ ഇറക്കല് പൊക്കിപ്പോ മാറ അയ്യോ 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 അവിടെ ഇറക്കല്ലേ ചത്ത് മോനെ നീ തീർന്നറാ മച്ചാ നീ തീർന്ന് ഗായ്സ് നമ്മൾ ഗായ്സ് ഇനി ഒന്നേന്ന് പ്ലേ തുടങ്ങണം. അപ്പം ഗൈസ് ഞാൻ എന്താ മുടിയൊക്കെ ഇവിടെയാണ് ജനിച്ച് വീണത്. ഗൈസ് നമുക്ക് തൊപ്പി എടുത്ത് വയ്ക്കാം. തൊപ്പി എടുത്ത് വയ്ക്കാം. അപ്പം ഗൈസ് ഇതാ ആ വണ്ടി നമ്മളെന്ന് പോയിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മളെന്ന് ആ വണ്ടി പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വേറെ വല്ല വണ്ടിയോ സ്പോൺ ആകുമായിരിക്കും നമ്മളെ. ഗൈസ് നമുക്ക് പെട്ടെന്ന് നമ്മളെ എവിടെന്നെങ്കിലുമൊക്കെ വണ്ടി ഗൈസ് നമുക്ക് കിട്ടിയിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ റേഞ്ചർ റോവറാണ് ഗൈസ്. പറഞ്ഞിരിക്കാൻ സമയമില്ല ഗൈസ്. ഈ വണ്ടിയിലേക്ക് മിക്കവാറും റൊണാൾഡോയെ പിക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ വണ്ടി നൈസിന് ഇങ്ങോട്ട് കയറ്റിയില്ല. റൊണാൾഡോയെ പിക്ക് ചെയ്യാൻ വിളിക്കാൻ പോകും ഈ വണ്ടി കൊണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾക്ക് ഹെലികോപ്റ്റർ എടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ നൈസിന് ഇങ്ങനെ വണ്ടി ഇവിടെ ബേക്കിൽ കൊണ്ടിടുന്നു. നമ്മളെ ഹെലികോപ്റ്ററിൽ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, അവനെ വിളിക്കുക. ഹെലികോപ്റ്റർ ദാമോദരൻ സ്റ്റാർ. നമുക്ക് ഹെലികോപ്റ്റർ ദാമോദരൻ ഗൈസ് നമ്മളെ ചെറുക്കൻ ദാമോദരൻ വണ്ടിയെ കൊണ്ടിട്ടിട്ടുണ്ട്. 8000 ആണ് ദാമോദരൻ്റെ നമ്പർ. അടിച്ചാൽ നിങ്ങൾക്ക് ഹെലികോപ്റ്റർ വരുന്നതായിരിക്കും. ഇത് നമ്മളെ സോംബീസ് വരുമോ? അവന്മാരിത് എവിടെ? എനിക്ക് തോന്നുന്നത് അവന്മാരിവിടെ കാണുമെന്നാണ്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണും ചിലപ്പോൾ. ഗായ്സ് എന്താ കളിയാ അവന്മാരുടെ കൂട്ടവിടെ. നമുക്കൊരു ഇതിൻ്റെ മണ്ടേക്കായിരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ സ്നൈപ്പർ എടുത്ത് അവന്മാരെ ഹെഡ് അടിച്ച് വിടാം ഗൈസ്. എൻ്റെ മോനെ റൊണാൾഡോവിന് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പുള്ളിയുടെ കട്ട ഫാനുമാണ്. സിറ്റിയോളം എല്ലാവരും മെസ്സി നെയ്മറുമാണ് ഗൈസ്. ഞാൻ മാത്രമാണ് ഗൈസ് റൊണാൾഡോ ഫാൻ. അവൾ അടി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ ഗണ്ണെടുത്തിട്ട് നേരെ മാക്സിമം തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒളിയോ അവന്മാർ ചത്ത് വീഴുന്നുണ്ട് കുറേ. ഗായ്സ് നമ്മൾ മാസ്റ്റർ പ്ലാനൊക്കെ ഉപയോഗിക്കണം ഗൈസ്. നമുക്കിനി നമുക്ക് ഹെഡ് അടിക്കാം. 1 2 ഇല്ലേ 1 1 പോയി 2 പോ എന്താ 2 പോയാ 2 പോയി 3 പോയി 4 പോയി 5 പോയി 5 പോയി 6 പോയി 6 പോ 6 പോടാ 6 തറയിൽ പോവാൻ ആടിയെനിക്ക് 7 8 പോ 8 വളരെ കുരുത്തം കേട്ടോനെ അടി കഴിഞ്ഞാൽ വെച്ച്. നമ്മളെ മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഒരു വണ്ടി. ഗൈസ് ഇത് നമ്മളെ വെപ്പൺസി വരുന്നതുകൊണ്ടാണ് നമ്മൾ ചീട്ടടിച്ചത്. ഇപ്പം എല്ലാ സോംബീസും എൻ്റെ അടുത്ത് വരും ഗൈസ്. എൻ്റെ അടുത്ത് വരുന്നവരെല്ലാവരും കത്തും ഗൈസ്. എല്ലാ സോംബീസും കത്തും. ഗൈസ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ സോംബീസും കത്തും ഗൈസ്. ഗൈസ് നമ്മൾ തെറിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇപ്പം ഗൈസ് ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കിക്കൊണ്ട് ജീവൻ ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ് ഇവിടെ അങ്ങനെ ആളുകളെയൊന്നും കൂടുതൽ കാണുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് വാച്ച് ചെയ്യാം. എവിടെയെങ്കിലും വല്ല സോംബീസ് ഉണ്ടെങ്കിലും. വണ്ടിയിൽ വണ്ടി കയറി നമ്മളെ കാര്യം ഇന്ന് തീരുമാനമായി. സോംബീസ് എൻ്റെ മോനെ തീർന്നു ഞാൻ. നമ്മളെ വെപ്പൻ വണ്ടി നമ്മളെ വെപ്പൻ വണ്ടി മണ്ട നീ എന്തിറാ നീ കാണിച്ചുകൊണ്ടിരിക്കണ പൊട്ടാ. നീ വെപ്പൺ വണ്ടി നമ്മളെ വെപ്പൺ എടുത്തിട്ടുണ്ട്. മെയിൻ വെപ്പൺ ചേർക്കാൻ ഇപ്പോഴാണ് വണ്ടി കൊണ്ടുവരണ ഗായ്സ്. ഇനിയിപ്പോൾ നമുക്ക് റൊണാൾഡോയെ പിക്ക് ചെയ്യാൻ വേറെ ഒരു വണ്ടിയില്ല ഗായ്സ്. നമുക്കിനിയിപ്പം ത്യാഗം ചെയ്തേ പറ്റൂ. റൊണാൾഡോയുടെ വണ്ടിയായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബ്രോയിനെ കാട്ടി എനിക്കിപ്പോൾ വലുത് റൊണാൾഡോ ആണ് ബ്രോ. ഇത്തിരി മാറി ബ്രോ വണ്ടി കൊണ്ടുപോട്ടെ ബ്രോ.
ഈ വണ്ടി ഒരു സ്ക്രാച്ച് പോലും പറ്റിക്കാൻ പാടില്ല ബ്രോ. റൊണാൾഡോയെ പിക്ക് ചെയ്യാനുള്ളതുകൊണ്ടാണ്. ഗൈസ് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ സോംബീസിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് അതേപോലെ അങ്ങ് ഓടിച്ച് പോകണം. പക്ഷെ ഇത്തിരി സ്പീഡ് ഉണ്ടെന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ വളയ്ക്കുന്നുണ്ട്. എൻ്റെ അളിയാ റൊണാൾഡോ വന്നിട്ടുണ്ട്. റൊണാൾഡോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കും അറിയാം സേഫ് സ്ഥലത്താണ് ഗൈസ്. റൊണാൾഡോ വന്നിട്ടുമുണ്ട്, സ്ഥലത്തിരിപ്പുണ്ട് ഗൈസ്. ഇവിടെ അത്ര സേഫ് ഇല്ലെന്നാണ് റൊണാൾഡോ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി കയറ്റിയിട്ട് റൊണാൾഡോയെ പിക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. റൊണാൾഡോ ക്യാമറയുടെ മുമ്പിൽ റൊണാൾഡോയെ കാണിക്കുന്നില്ല ഗൈസ്. പിക്ക് ചെയ്തിട്ട് കാണാം. അത് ഗൈസ് നമ്മളെ വണ്ടി റൊണാൾഡോ ഉണ്ട്. റൊണാൾഡോയ്ക്ക് അത്ര സംസാരിക്കാനൊന്നും താല്പര്യമില്ലെന്നാണ് പറയണത്. കാണിക്കില്ല വേണ്ട, റൊണാൾഡോയെ കാണിക്കില്ല ഗൈസ്. റൊണാൾഡോ നമ്മളെ ബാക്കിലാണ് ഇരിക്കുന്നത്. ഗൈസ് തട്ടി ഫാമിലി ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഗൈസ്. റൊണാൾഡോ ഫാമിലി നമ്മളെ ഏതായിരുന്നു ഇറ്റലിയിലെത്തിയപ്പോൾ ഇറങ്ങി ഗൈസ്. ഇവിടെ ഇറ്റലിയിൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ലണ്ടനിലോട്ട് വരുന്നത്. അവർ ഇറ്റലി എത്തിയപ്പോൾ ഇവർ അവിടെ ഇറങ്ങി. അവിടെ കൊച്ചമ്മയുടെ എന്തോ ആരെയോ എന്താ ഉണ്ടായിരുന്നത് വീടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് റൊണാൾഡോ ബാക്കിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ക്യാമറ ഇടുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടി. എൻ്റെ ആളിയാ നീ ഇടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ തന്നെ പോകണോണ്ട് ഈ സോംബീസിൻ്റെ അടുത്തുപോലും റൊണാൾഡോ അടിപ്പിക്കുന്നില്ല ഗൈസ്. റൊണാൾഡോ കണ്ടോണ്ടിരിക്കണം. മാറാം അത് വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് ചെറുക്കന്മാരെ കൊണ്ട്. റൊണാൾഡോ അല്ല വണ്ടി ഇരിക്കണ സോംബി കൊണ്ട് നാം വിളിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയായി. റൊണാൾഡോയുടെ റൊണാൾഡോയ്ക്ക് ഇവിടെ ഞാൻ അടുത്തൊരു വീടുണ്ടായിരുന്നു ഇവിടെ പോ. റൊണാൾഡോ നമ്മളിവിടെ തിരുന്നത് ചെറുതായിട്ട് പെറുപെറുക്കുന്നുണ്ട്. അവിടെ ചങ്ങായി നിൻ്റെ വീട്ടിൽ എന്നെ കൂടെ താമസിപ്പിച്ചാൽ പോരായിരുന്നു ഗൈസ്. നമ്മൾ റൊണാൾഡോ ഇറങ്ങിയിട്ടാണ് ഗൈസ്. റൊണാൾഡോ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും സമയം ഞാൻ ഡീസൻ്റ് ആയിട്ടാണ് നിന്നത്. നീ ഒക്കെ എന്നെ കൊണ്ട് കുത്തുവാളെടുപ്പിച്ചിട്ട് അടങ്ങുള്ളടാ സോംബി. മാറിയില്ല ഞാൻ മാറും. പാവം മക്കളെ തറയിലോട്ട് പൊക്കെ എൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. ഉണ്ടെങ്കിൽ വെച്ചോണ്ടെങ്കിൽ ഇരുന്നാൽ മതി കേട്ടല്ലടാ. ആർക്കാ അതിങ്ങോട്ട് പുറത്തോട്ട് എടുക്കണ്ട നീ. ഒരാളെ ഇടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ പോയാൽ ഞങ്ങൾ ഫോണിലോട്ടും ചാർജില്ല, ബാറ്ററിയിൽ വന്നാൽ കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കാൻ. ഫോണിലെ ചാർജില്ല, ചാർജിൻ്റെ ഉപ്പുപ്പായാണെങ്കിലും കളയും ഗൈസ്. നമ്മൾ തട്ടി ഇടുന്നുണ്ട്. ഇവിടെ പോടാ ശിവന്മാരൊക്കെ കൊണ്ട് ചെറുതായിട്ട് ഞാൻ തട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പം അമ്മ വീഴും. നമ്മൾ സ്പീഡിന് വരുമ്പോൾ അതാ ഗൈസ് ഒരു വീണാരു ലുക്കേ എടാ എന്തോ എനിക്ക് ചെറുക്കന്മാരൊക്കെ നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒട്ടിയിരിപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ ഞാൻ ഇടിച്ച് കളയും. ഇതറോ നീയൊക്കെ എന്നെ വെറുതെ റൊണാൾഡോ ഇരിക്കുമ്പോൾ തന്നെ അമ്മമാരൊക്കെ എന്നെ നാണം കെടുത്തിയിട്ട് അടങ്ങും. നീയൊക്കെ ഉള്ളതുകൊണ്ടാണ് റൊണാൾഡോ ഒക്കെ വണ്ടി അത്രയും സ്പീഡ് എടുത്തത്. നീയൊന്നും ഇല്ലാത്തെങ്കിലേ ഞാൻ ഇപ്പോൾ നല്ല വൃത്തിക്ക് വണ്ടി ഓടിച്ചു. അല്ല ചെറുക്കാൻ ഇന്ദറ കളിപ്പാട്ടം പോലെ ഇരുന്ന് ആടുന്ന എടാ ആടല്ലടാ വണ്ടിക്കാരറാ പിന്നെ ചക്കടു. നീ ആടല്ലേ, നീ നിൻ്റെ ഒടുക്കത്തെ ആട്ടമാണിത്. സോംബീസ് ക്യാ സോംബി ക്യാ മക്കളെ ക്യാ സോംബി മക്കളെ. സിംഗരലുങ്കിരി എത്രയും സോംബീസ് നമുക്കുള്ളതാണ്. നമുക്ക് കൊല്ലാനുള്ളത്. ഗൂഫ് എന്താണ് നമ്മൾ ഇടിച്ച് കൊന്നുകൊണ്ടിരിക്കണ. ഓ മരണ മാസടാ ബോസടാ മക്കളെ. ചിക്കിട് ജിങ്കിളി വിങ്കിളി സുങ്കിട് ഇത്ര പോടാ. നിനക്ക് ഇത്ര കുരുത്തം കേട്ടോ. തറ പോടാ തറയിൽ തറ വീഴാ. ഞാനൊക്കെ എണീറ്റ് നിൽക്കുന്നു. നീ തറയിൽ പോടാ തറക്കടടാ. അയ്യോ ഇത് കേസ് നമുക്കിവിടെ ജീവിച്ചിരുന്നിട്ടേ
നിങ്ങളെല്ലാവരും അയ്യോ വണ്ടിയിലും പോകും പൊട്ടി മോനെ പണിപ്പാലും വെള്ളത്തിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എടുക്കാം, വെപ്പൺ എടുക്കാം ഗൈസ്. വെപ്പൺ എടുക്കുക, വെപ്പൺ 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 വണ്ടി എടുക്കണം. അടുത്തിരുന്നവരെ കൂടുതലും ചത്തൊടുങ്ങും. അപ്പോൾ ഗൈസ് നമ്മളെ സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ആക്കണം ഗൈസ്. അതിനായിട്ട് ഞാൻ റാമ്പിൻ്റെ വണ്ടയിലാണ് ഗൈസ് കയറുന്നത്. പറ്റിയ ഒരേ ഒരു സ്ഥലം ഈ റാമ്പാണ് ഗൈസ്. റാമ്പിൻ്റെ ഉണ്ടല്ലോ അത് പിന്നെ വേറൊരു സ്ഥലം ഇല്ല ഗൈസ്. സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ആക്കാൻ ബെസ്റ്റായിട്ടുള്ള ഇവിടെ നമുക്ക് ചാടാം. പക്ഷെ മണ്ടത്തിനെ കാണിച്ച് റാമ്പിൻ്റെ ഉണ്ടയിലോട്ട് ഞാൻ ചാടും ഗൈസ്. ഈ റാമ്പിൻ്റെ ഉണ്ടയിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് കൊടുക്കാം. ഈ റാമ്പിൻ്റെ ഉണ്ടയിലോട്ട് എങ്ങനെ സോംബീസ് ഒന്നും കയറി വരൂലെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് കൊടുക്കുകയാണ്. എൻ്റെ മോനെ നമ്മളെ വണ്ടിയാണ് പൊട്ടിയത്, ബാക്കി അവന്മാരൊന്നും എന്ത് പൊട്ടാത്ത. അവന്മാരൊക്കെ നമ്മളെ വണ്ടിയുടെ മേത്ത് നേരെ വന്ന് ഇടിച്ചപ്പോഴേ നേരത്തെ പൊട്ടിച്ചെത്തെന്ന് തോന്നുന്നു. ഗായ്സ് അവിടെ എന്തൊരു ഗായ് ചാകരേ. ഇതെന്ത് ചേച്ചി കുറച്ച് മുമ്പ് എയർപോർട്ടിലായിരുന്നു. അത് ആദ്യം ഇവിടെ റോട്ടിലായിരുന്നു, പിന്നെ അതിന് നമ്മൾ വേസ്റ്റഡ് ആയപ്പോൾ പിന്നെ എയർപോർട്ടിലായി. ഇപ്പോൾ വേസ്റ്റഡ് ആവാതെ വന്നപ്പോഴും പിന്നെ അവന്മാർ എനിക്ക് വന്നേ ഞാനിത് അതാണ് ലാസ്റ്റത്തെ ട്രിപ്പ്. സോംബി സിറ്റിയിലുള്ള എല്ലാ സോംബികളും കൂടെ വന്ന് ലാസ്റ്റ് ആയതായിരുന്നു ഗായ്സ്. ഇതൊരുമാതിരത്തെ പരിപാടി പോയി. അവന്മാർ 2-3 കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. ഇതൊന്നും 2-3 അല്ല പക്ഷേ ഇത്. ഓ എൻ്റെ ആളി അവരെ അടുത്തൂടെ പോയാൽ തന്നെ അവന്മാരൊക്കെ തറയെ കിടക്കും. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് പക്കാ കോപ്പി മൈൻക്രാഫ്റ്റ് ആണോ ഗൈസ്? പക്കാ കോപ്പി എന്ന് പറഞ്ഞ ഗൈസ് വേണമെങ്കിൽ നമ്മളെ ചാനലിൽ നമ്മൾ ഒരു ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്യുന്ന അതെല്ലാവരും കാണണം ഗൈസ്. അതിൻ്റെ അകത്ത് നമ്മളെ സാധനമുണ്ട് ഗൈസ്. നമ്മളെ എടാ ചെറുക്കന്തറാ പോടാ ചക്കര കൂട്ടാനല്ലേ അപ്പൻ്റെ തക്കുടു മോനല്ലേ.